ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന നാനോ മെഷീനിലെ ഒരു തീ പറഞ്ഞ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ് ഒരു സ്പാർക്ക് വീണ രീതിയിലാണ് നിർത്തിയത്. അപ്പോൾ ഇനി അങ്ങോട്ട് അത് ആളി കത്താൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് മുതൽ മുഗിയനും അവൻ്റെ കൂട്ടാളികൾക്കൊക്കെ നരകം കാണിക്കാൻ പോവുകയാണ് നമ്മുടെ യോവൂൺ. അപ്പോൾ കൂടുതൽ നേരം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യത്തിൽ എല്ലാവരും കഫറ്റേരിയയിൽ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മുടെ യോവൂണാണെങ്കിൽ നല്ല ടേസ്റ്റിൽ ഫുഡ് കഴിക്കുക. അവൻ മനസ്സിലിങ്ങനെ വിചാരിക്കാൻ തുടങ്ങി, ഓ ഇതാണല്ലേ സോയോ സോസ് ചിക്കൻ, ഇതൊക്കെ ഇവിടെ ഉണ്ടായിട്ടാണ് ഈ 2 ആഴ്ചയോളം ഞാൻ ആ ഇൻഫർമറിയിൽ കഞ്ഞി കുടിച്ച് നിന്നിരുന്നത്. ശരിക്കും അതൊക്കെയാണ് ടോർച്ചർ. എന്തായാലും ഇനി മുതൽ ഇതൊക്കെ കഴിക്കാലോ. ഈ മുഖിയത്തിനെന്താ, അവൻ്റെ ഫുഡ് കഴിപ്പ് തീർന്നവരെ ഇന്നെങ്ങനെ നോക്കാനാണ് അവൻ്റെ പ്ലാൻ. അവൻ്റെ ഫുഡ് എൻജോയ് ചെയ്യണമെന്നൊന്നുമില്ലേ? എനിക്കറിയില്ല എന്തിനാണ് അവൻ എന്നോടൊക്കെ ഇത്ര ഹെയ്റ്റ് എന്ന്. പക്ഷെ എന്തായാലും അവനോടും ആ 6 ക്ലാനിലെ മെമ്പേഴ്സിനോടും ഞാൻ ഒരിക്കലും ക്ഷമിക്കൂല. അവർക്കൊന്നും അറിയില്ല ഒരു അമ്മ മരിക്കുമ്പോൾ ആ കുഞ്ഞിനുണ്ടാവണ നിസ്സഹായത. എല്ലാവർക്കും ഞാൻ കാണിച്ചു കൊടുക്കുക. ഇനി മുതൽ അവരെയൊക്കെ ചവിട്ടി താഴ്ത്താൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ അങ്ങോട്ട് വന്നിക്കണേ. അപ്പോൾ ഡിന്നർ കഴിഞ്ഞു. ഇന്നത്തെ ഷെഡ്യൂളൊക്കെ അവസാനിച്ചു. സ്റ്റുഡൻറ്റ് നമ്പർ 80 അല്ലാത്ത ബാക്കി എല്ലാവരും പൊയ്ക്കോളൂ, പ്രൊഫസർ വിളിച്ചു പറഞ്ഞു. സ്റ്റുഡൻറ്റ് നമ്പർ 80 ആരാന്നറിയോ? നമ്മുടെ മുഗിയത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ടുള്ള ജാഹിയോൺ. കഴിഞ്ഞ എപ്പിസോഡിൽ പ്രൊഫസർ പറഞ്ഞിരുന്നില്ലേ, നിനക്ക് ഇനി മുതൽ എൻ്റെ കൂടെ ട്രെയിനിങ് ഉണ്ടെന്ന്. ആ ആൾ. അവനെ വിളിച്ചുകൊണ്ട് പ്രൊഫസർ പോയി. അവനാകെ ദേഷ്യത്തിലാണ്. നമ്മുടെ യോവൂണാണെങ്കിൽ അത് കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവനങ്ങനെ ഡോർമെട്രിയുടെ ഫ്രണ്ടിലെത്തി. ഗ്രൂപ്പ് നമ്പർ 8ൻ്റെ റൂം ഫസ്റ്റ് ഫ്ലോറിലല്ലേ? ആ, അതെന്തായാലും ഓർത്തിരിക്കുക ഈസിയാണ്. ഡാ, നീ എന്താ എൻ്റെ സമ്മതമില്ലാതെ അകത്തോട്ട് പോകാമെന്ന് വിചാരിച്ചോ? യോവൂണിന് പിറകെ നിന്നാരോ പറഞ്ഞു. തിരിഞ്ഞു നോക്കുമ്പോൾ അത് മുഗിയം. യോവൂണ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവൻ ഇതല്ലാതെ വേറെ പണിയില്ലേ? എൻ്റെ പിന്നാലെ നടന്ന് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുകയാണല്ലോ ഇവൻ. അവനാണെങ്കിൽ എപ്പോഴും അവൻ്റെ കുട്ടിപ്പട്ടാളോട് ഒപ്പം ഉണ്ടാവും. അപ്പോൾ ശരിക്കും ഒരു ബോസ് കളിച്ച് നടക്കുക, അതാണെങ്കിൽ എൻജോയ് ചെയ്യണമുണ്ട് അവൻ. അപ്പോൾ അതുവഴി പോകുന്ന മറ്റു കുട്ടികൾ നോക്കുന്നുണ്ട്. അവർ ചോദിക്കുന്നുണ്ട്, അത് സ്റ്റെൽത്ത് സെക്റ്റിലെ യങ് മാസ്റ്റർ അല്ലേ? ആരാ അവൻ്റെ മുന്നിൽ നിൽക്കുന്നത്? നിനക്കറിയില്ലേ? അതാണ് ആ 7ാമത്തെ യങ് മാസ്റ്റർ. ഓ, ഇത് ഇൻട്രസ്റ്റിംഗ് ആണ്. കുറച്ച് നേരം ഒന്ന് ഇവിടെ നിന്നേക്കാം. ഓ, അത് മൊഗിയോം യോഗൂണും ആണല്ലേ? മ്യൂസിഷ്യൻ സെക്റ്റിലെ യങ് മാസ്റ്ററായ വോൺറിയോക്ക് ആൾക്കാരെ മനസ്സിലായി. കുറേ ആൾക്കാരൊക്കെ ചുറ്റും കൂടിയിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് തുടങ്ങിയല്ലേ? മുഗിയൻ ചോദിച്ചു. ആദ്യം മുഗിയം നമ്മുടെ യോവൂണിൻ്റെ ബ്ലഡ് ലൈനിനെ കുറിച്ചൊക്കെ പറയാൻ തുടങ്ങി. നിൻ്റെ ഒരു ലോലി ബ്ലഡ് ലൈനാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇത്രയും കാലം ആ ഇൻഫർമറിയിൽ ഒരു പേടിത്തൊണ്ടനെ പോലെ പോയി നീ ഒളിച്ചിരുന്നു. അതൊക്കെ നിനക്ക് നല്ല സമയമായിരിക്കും. ഇനി അങ്ങോട്ട് അതുപോലെ നടക്കാൻ പോണില്ല. എന്താടാ നീ ഒന്നും മിണ്ടാത്തത്? എനക്കെന്താ പ്രാന്തായോ? മുഗിയൻ ചോദിച്ചു. നീ ഇപ്പോൾ ഇൻസൾട്ട് ചെയ്ത് ഡിമോണിക് ലോഡിനെ അല്ലേ? യോവൻ ചോദിച്ചു. എന്ത് ഡിമോണിക് ലോഡിനെ? ആ, ഞാൻ ലോലി ബ്ലഡ് ലൈനിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അത് ഡിമോണിക് ലോഡിനെ ഇൻസൾട്ട് ചെയ്യണ പോലെ അല്ലേ? നീ എന്തൊക്കെയാണ് പറയുന്നത്? നീ എന്താ വിചാരിച്ച്? നീ നീ ഡിമോണിക് ലോഡിൻ്റെ മേലുള്ള ആളാണെന്ന് നീ വിചാരിച്ചോ? നീ എന്താ നമ്മുടെ പാട്രിയാർക്കിനെക്കാട്ടിലും മേലുള്ള ആളാണോ? അല്ല, അതല്ല ഞാൻ ഉദ്ദേശിച്ച്. അവനാണ് ഇത്രയും ആൾക്കാരുടെ മുന്നിൽ കളിയാക്കപ്പെടേണ്ടത്. പക്ഷേ ഇപ്പോൾ ഇവിടെ എൻ്റെ ഭാഗത്തോട്ടാണ് ഇതൊക്കെ തിരിഞ്ഞു നിൽക്കുന്നത്. മ്യൂസിഷ്യൻ സെക്ടത്തെ യങ് മാസ്റ്റർ പറഞ്ഞു. ഞാൻ വിചാരിച്ചത് ശരിയാ. സ്റ്റെൽത്ത് സെക്ടത്തെ എല്ലാ മെമ്പേഴ്സും മണ്ടന്മാരാണ്. അവിടെ കുറച്ചപ്പുറത്ത് മാറി നിൽക്കണ സ്വാഡ് സെക്ടിൻ്റെ യങ് മാസ്റ്റർ മനസ്സിൽ വിചാരിക്കാൻ തുടങ്ങി, ഇവനെന്താ ഈ ലോ ലൈഫായ ഈ യോവൂണിനോട് ഇത്രക്ക് ദേഷ്യം? എന്തൊരു നാണക്കേടാ ഇതൊക്കെ. മുഗിയം യോവൂണിൻ്റെ കോളറിൽ പിടിച്ചിട്ട് അലറാൻ തുടങ്ങി. എടാ അഹങ്കാരി, നിന്റെ ആ വായ ഞാൻ ഇപ്പോൾ അടപ്പിച്ച് തരാം എന്നും പറഞ്ഞ് കൈ ഓങ്ങിയതും നമ്മുടെ യോവൂണ് മുഗിയത്തിൻ്റെ മൂക്കിലൊരു പഞ്ചാട് കൊടുത്തു. അവൻ കുറച്ചുകൊണ്ട് അവിടെ കൊണ്ട് ഇരുന്നു പോയി. യോവൂൺ ചോദിച്ചു, എന്താ നീ പറഞ്ഞ? നിന്റെ മുഖത്തടിച്ച സൗണ്ട് കൊണ്ട് നീ പറഞ്ഞത് എന്താണെന്ന് ഞാൻ കേട്ടില്ല. മുഗിയത്തിൻ്റെ മൂക്കിൽ നിന്നാണ് ചോര ഒഴുകാൻ തുടങ്ങി. എടാ, നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നെ അടിക്കും എന്നും പറഞ്ഞുകൊണ്ട് യോവൂണിൻ്റെ അടുത്തോട്ട് മുഗിയം പാഞ്ഞു. എന്നിട്ട് യോവൂണിൻ്റെ അടുത്ത് ചെന്നിട്ട് ഫിസ്റ്റ് ഓഫ് സ്റ്റെൽത്ത് ടെക്നിക്ക് ഉപയോഗിച്ച് അടിക്കാൻ നോക്കിയതും യോവൂൺ അവിടുന്ന് തെന്നി മാറി. ഒറ്റച്ചാട്ടത്തിന് അക്കാഡമിയുടെ
മേലക്കെത്തി. എന്നിട്ട് അവിടുന്ന് ഓടാൻ തുടങ്ങി. എന്താ അത്? അവൻ അജിലിറ്റി ടെക്നിക്കല്ല ഉപയോഗിച്ച്? അവനെപ്പോലെയുള്ള ഒരുത്തന് എങ്ങനെ അതൊക്കെ ഉപയോഗിക്കാൻ അറിയുക? എന്താടാ നിങ്ങളൊക്കെ നോക്കി നിൽക്കണ്? പോയി അവനെ പിടിക്ക്. മുഖിയം അവൻ്റെ കൂട്ടാളികളോട് അലറി. എത്ര ധൈര്യം ഉണ്ടെങ്കിൽ അവൻ എന്നെ അടിച്ചിട്ട് ഇവിടുന്ന് ഓടും. എന്നെ ഇങ്ങനെ നാണം കെടുത്തിന് നിനക്ക് ഞാൻ പകരം വീട്ടിയിരിക്കും. പിന്നെ നമ്മളെ കാണിക്കുന്നത് യോവോണ് ഓടുന്നതാണ്. അവൻ്റെ പിന്നാലെയാണെങ്കിൽ മുഖിയത്തിൻ്റെ അസിസ്റ്റൻസും ഉണ്ട്. അവർ വിചാരിക്കുന്നുണ്ട്, ഇവനെന്താ ഇത്രയൊക്കെ ഫാസ്റ്റാണോ? ഇതെന്തോ ശരിയായ രീതിക്ക് എനിക്ക് തോന്നുന്നില്ല. അവനാണെങ്കിൽ ജസ്റ്റ് നമ്മളവനെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് എന്തായാലും മതിയടാ നീയൊക്കെ ഇവിടെ കിന്നരിച്ചുകൊണ്ടിരുന്നത്. ഒക്കെ യൂസ്ലെസ്സാ. അവനെ ഞാൻ തന്നെ പിടിച്ചോളാം. മുഖ്യം മുന്നിലോടാൻ തുടങ്ങി. യോവോൺ, ഞാൻ നിന്നെ പിടിച്ചിരിക്കും. എന്നിട്ട് നിന്റെ മുഖം തല്ലി ചതക്കാൻ പോവുകയാണ്. എന്നിട്ട് നീ ചാവുന്നത് വരെ ഞാൻ നിന്നെ അടിക്കാൻ പോവുകയാണ്. കുറേ ഓടി ഓടി അവസാനം യോവോൺ നിന്നു. എന്താടാ, നിനക്ക് ഓടി മതിയായോ? ഓടേ? ഞാനോ? യോവോൺ ചിരിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു. എന്നിട്ട് പെട്ടെന്ന് തിരിഞ്ഞ് യോവോൺ മുഖിയത്തിനെ അടിക്കാൻ തുടങ്ങി. മുഖിയം ആകെ ഞെട്ടിപ്പോയി. ആ 7 സ്റ്റാർ ടെക്നിക്കിനെ ഞാൻ തടുത്തതാ. എന്നിട്ടും ഞാൻ ബേക്കിലേക്ക് തുറച്ചു വീണു. അവൻ്റെ ടെക്നിക്ക് എന്തായാലും ഞാൻ വിചാരിച്ചതിനേക്കാളും സ്ട്രോങ്ങറാണ്. എങ്ങനെയാടാ നിനക്ക് ഈ സ്കില്ലൊക്കെ കിട്ടിയത്? മുഖിയൻ ചോദിച്ചു. യോവോണൊന്ന് ചിരിച്ചു നിന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ഈ ഫൈറ്റ് സീന് ഞാൻ മുഴുവനാക്കാൻ വേണ്ടി നിന്നാൽ ഈ എപ്പിസോഡല്ലാതെ ഇനിയും 1.5 എപ്പിസോഡ് ഞാൻ ഇതിനു വേണ്ടി ഇരിക്കേണ്ടി വരും. അപ്പോൾ അത് വീഡിയോക്ക് ഭയങ്കര ലെങ്ത് ആവും. അപ്പോൾ എന്തായാലും തൽക്കാലം ഞാനിവിടെ നിർത്തുകയാണ്. അപ്പോൾ എന്തായാലും അടി പൊട്ടി തുടങ്ങി. ഇനി അങ്ങോട്ട് യോവോണിൻ്റെ വക അടിയുടെ പള്ളിപ്പെരുന്നാളാവും. അപ്പോൾ അത് കാണാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കൊണ്ടു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് അത് വരില്ല. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സോ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യൂ. ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ്. ബൈ ബൈ.